കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം ഓരോ ജില്ലയിൽ നിന്നും 360 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല ആദ്യഘട്ട പരിശീലന പരിപാടി തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ തയ്യാറെടുപ്പും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രത്യേക ഉത്തരവ് പ്രകാരം കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും 360 എന്ന തോതിൽ ആകെ 1040 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ ബാച്ചിന്റെ പരിശീലനമാണ് തൃക്കരിപ്പൂരിലെ അഗ്നിരക്ഷാ നിലയത്തിൽ നടന്നത്. സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് ആഗ്രഹിക്കാം. അവന് പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവൻ ബാക്കോട്ട് പോകും. നല്ല പരിശീലനം കിട്ടിയാൽ നല്ല മുന്നോട്ട് ഇന്ത്യൻ ടീമിലേക്ക് പോകും. അപ്പൊ അവന് പരിശീലനം ചിലവർ പറയും അവര് ആ പരിശീലനം നല്ല വൃത്തി കളിക്കുന്നുണ്ട്. പക്ഷെ ആ പരിശീലനത്തിൽ പോയാൽ അത് ഒന്നും കൂടി മിന്നിത്തളർന്നു. പക്ഷെ അതൊരു ട്രെയിനിങ് എപ്പോഴും നല്ലതാണ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ബെന്നി, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സിവിൽ ഡിഫൻസ് മാസ്റ്റർ ട്രെയിനറും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുമായ കെ ഗോപി പരിശീലനങ്ങളെക്കുറിച്ച് വിവരിച്ചു. ആദ്യ ബാച്ചിൽ 40 പേർ പങ്കെടുത്തു. 2026 മാർച്ചിനുള്ളിൽ പരിശീലനം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും കുറഞ്ഞത് 4ാം ക്ലാസ് യോഗ്യതയുമുള്ള സന്നദ്ധ സേവനത്തിന് താൽപര്യമുള്ളവർക്ക് സിവിൽ ഡിഫൻസ് ബാരിയേഴ്സ് എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.